പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിനെതിരെ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ചേർന്ന് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് CPM ഏരിയ സെക്രട്ടറി KP പ്രിനിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രവണ വൈകല്യം ഉള്ള ഒരു വയോധികയാണ്, ചെറുതായിട്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, 16 വയസ്സുള്ള ഈ വിദ്യാർത്ഥി പറഞ്ഞു, ഒന്ന് ഉറക്കെ പറയണം എന്നാലേ അമ്മൂമ്മ കേൾക്കുകയുള്ളൂ എന്ന് പറയും എന്ന് ഈ കുട്ടി പറഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ ഈ അരുൺ എന്ന് പറയുന്ന കാബാലികൻ ഗുണ്ട ഒരൊറ്റ അടിയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? അടി കൊടുത്ത് ആ അടിയും പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന ആ കുട്ടിയോട് അരുൺ പറയുകയാണ്, നീ ഇനി വല്ലതും പറഞ്ഞാൽ, കേസ് കൊടുത്താൽ നിന്റെ ഭാവി ഞങ്ങൾ തുലാസിലാക്കും. എവിടെയാണ് നിധി നിഷേധിക്കപ്പെടുന്നത്? ആ നിഷേധിക്കപ്പെടുന്ന ഇടത്തിൽ ഈ ശുഭ്ര പതാകയുമേന്തി കേരളത്തിന്റെയും വൈപ്പിങ്കരയുടെയും ഞാറക്കലിന്റെയും തെരുവോരങ്ങളിൽ ഡിവൈഎഫ്ഐ ഉണ്ടാവുമെന്ന് ഈ പോലീസുകാർ കുറിച്ചു വെച്ചോളണം. ഇനി പോരാട്ടത്തിന്റെ നാളുകളാണ്, നിങ്ങൾ മറക്കണ്ട. ഇവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഞങ്ങളൊക്കെ തീരുമാനിച്ചത് തൽക്കാലം ഒരു സമരം, ഒരു സൂചനാ സമരം ഇതിന്റെ ഭാഗമായിട്ട് നടത്തണമെന്നാണ്. അതാണ് ബാരിക്കേഡിന്റെ പുറത്ത് ഞങ്ങൾ ഇരിക്കുന്നത്. 2 ദിവസം 48 മണിക്കൂറിനുള്ളിൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. ഞങ്ങൾ പറയുന്നു, ഈ അരുൺ എന്ന് പറയുന്ന ഈ ഗുണ്ടക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഇനി ഒരു വരവ് വരും. ആ വരവ് ഇങ്ങനെയായിരിക്കില്ല. CPM ഈ സമരം ഏറ്റെടുക്കും. 100 കണക്കിന് ആളുകളുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ബാരിക്കേഡല്ല, നിങ്ങളുടെ തീതുപ്പുന്ന ജലബീരങ്കി ഉൾപ്പെടെ അതിനെയൊക്കെ തന്നെ കറച്ചു വെച്ചുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി അരുൺ എന്ന് പറയുന്ന ഗുണ്ടയെ ഈ തെരുവോരത്തിൽ കൊണ്ട് നിർത്തും ഞങ്ങൾ. ഒരു സംശയം വേണ്ട, ആ രീതിയിലോട്ട് പോകുവാൻ നിങ്ങൾ അനുവദിക്കേണ്ട. ഈ സമരത്തിൽ പങ്കെടുത്ത യുവജന സഖാക്കളെ ഊഷ്മളമായി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സഖാക്കളെ അഭിവാദനങ്ങൾ. ബ്ലോക്ക് പ്രസിഡന്റ് VP സേതുലാൽ, ജില്ലാ കമ്മിറ്റി മെമ്പർ NS സൂരജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിജിൽ KV, CPM ലോക്കൽ സെക്രട്ടറി PD ലൈജു, KJ ജ്യോതിഷ്, MS എനോഷ് എന്നിവർ സംസാരിച്ചു.